ഇന്നത്തെ വീഡിയോ എടുത്തു വെച്ചിട്ട് ഏകദേശം 1 മാസം ആകാറായി. അതായത് മുത്ത് പോകുന്നതിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ ബേക്കറി ഐറ്റംസും അച്ചാറും ഒക്കെ കൊടുത്തു വിടുമായിരുന്നു. ഇപ്പോൾ ബേക്കറി ഐറ്റംസ് പാടെ ഒഴിവാക്കി. കഴിയുന്നത്രയും ഞാൻ കൊടുത്തു വിടത്തില്ല. ഇത്തവണ പിന്നെ ഇവിടെ ഇരുന്ന കുറച്ച് നട്ട്സും ബദാം പരിപ്പും അങ്ങനെയൊക്കെ ഉള്ളതാണ് കൊടുത്തു വിട്ടത്. അച്ചാറൊന്നും കൊടുത്തു വിടാത്തതിൻ്റെ കാരണം ഇപ്പം വീട്ടിലല്ല ഫുഡ് ഉണ്ടാക്കുന്നത്, പുറത്ത് മെസ്സിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോകാനൊരുങ്ങി. ഓട്ടോ ഒക്കെ വിളിച്ചിട്ടുണ്ട്. പോകാൻ ഇറങ്ങി നിന്നപ്പം അച്ചാച്ചനും മോനും കൂടി ഒരു വഴക്കുണ്ടാക്കി. ഞാനും മോനുകുട്ടനും കൂടെ ഓട്ടോയ്ക്ക് പോകുന്നത്. ബാഗൊക്കെ ഉള്ളത് ഞങ്ങൾ ഓട്ടോയെ കൊണ്ടുപോയി. മുത്ത് ടൂ വീലറേ വരുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇന്ന് മുത്തിനെ കൊണ്ടുവിട്ടിട്ട് കൊച്ചോളുടെ വീട്ടിലോട്ട് അങ്ങ് പോകും. തിരിച്ച് രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരമേ വരുവുള്ളൂ. നമ്മൾ ഈ വീട്ടിലോട്ട് മാറിയപ്പം മുതൽ മുത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ അങ്ങോട്ട് കൊണ്ടുവിട്ടിട്ട് നമ്മളിങ്ങോട്ട് രാത്രിയിൽ വന്ന് കയറുന്നത് എന്തോ ഒരു വിഷമം പോലെ തോന്നി. ഒന്നാമത് മനസ്സിന് വിഷമമായിരിക്കും. പിന്നെ എന്താ പറയുന്നത്, മോനുകുട്ടനെ സമാധാനിപ്പിക്കാനൊന്നും എനിക്കും പറ്റത്തില്ല. അപ്പോൾ ആകെപ്പാടെ ഒരുമാതിരിയാവും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. 5:30 ആയപ്പോഴത്തേക്ക് നമ്മളവിടെ ചെന്ന് ലഗേജൊക്കെ കൊണ്ട് വണ്ടിയിൽ വെച്ചു. പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് 6 മണിക്കാണ് ബസ് എടുക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. ബാംഗ്ലൂർ കോളേജിൽ ചേർത്തിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ മുത്തിനെ വിട്ടിട്ട് പോരുമ്പോൾ ഞാനും മോനുകുട്ടനും ഒക്കെ കാറി കരഞ്ഞൊക്കെയാണ് വന്നത്. മോനുകുട്ടൻ ബസ്സിലിരുന്നെല്ലാം ഭയങ്കര കരച്ചിലായിരുന്നു. മുത്തിന് വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അവന് പുതിയൊരിടത്തേക്ക് എത്തിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കൂടുതലും. പക്ഷേ ഇത്തവണ ഈ ഒരു തവണ വന്നപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. തിരിച്ചു പോകാൻ നേരത്ത് മുഖം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അവർ വിഷമിക്കുന്നത് കാണുന്നതാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ച. അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ മുത്തിനെ കൊണ്ട് വിട്ടേച്ച് ഞങ്ങൾ ദേ കൊച്ചോളുടെ വീട്ടിലെത്തിയേ.